വിവാദ റിസോർട്ടിന് വഴിവിട്ട് സഹായം ചെയ്ത ഡെപ്യൂട്ടി കളക്ടറെ സംരക്ഷിച്ച റവന്യൂ വകുപ്പ്. മുൻ ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടും നടപടിയില്ല. ചൊക്രമുടി കയ്യേറ്റത്തിലെ ആരോപണ വിധേയനായ മനോജ് മരടിലെ 8 ഏക്കർ പാടം നികത്തിയതിലും പ്രതിയാണ്. ജെയിൻ രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇതേ ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ നേരത്തെയും പല പരാതികളും ഉണ്ടായിരുന്നു. മാത്രവുമല്ല, സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. CPI സംസ്ഥാന ഘടകത്തിൽ പോലും ഈ ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ നേരത്തെ പരാതി ഉയർന്നിട്ടില്ലേ? തീർച്ചയായിട്ടും മോദി ഇടുക്കി ജില്ലയിൽ നീണ്ടനാൾ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ്. അതിനുശേഷം ഈ ചൊക്രമുടി വിവാദത്തിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയത്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഡെപ്യൂട്ടി കളക്ടറാണ്. ഇടുക്കിയിൽ ഇരുന്ന സമയത്ത് പല വിഷയത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒന്ന്, പള്ളിവാസലിന് സമീപം എല്ലാ ചട്ടങ്ങളും അല്ലെങ്കിൽ തണ്ടപ്പേര് റദ്ദാക്കിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന മാടപ്പറമ്പിൽ റിസോർട്ട്, അതോടൊപ്പം തന്നെ ഏലത്തോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന മകേരം റിസോർട്ട്, ഈ റിസോർട്ടുകൾക്കൊക്കെ പ്രവർത്തിക്കാൻ വഴിവിട്ട് സഹായം ചെയ്തത് ഈ കെ മനോജായിരുന്നു. ഒരു ഘട്ടത്തിൽ ജില്ലാ കളക്ടർ ഇതിനും പ്രവർത്തനാനുമതി നൽകരുത് എന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടറെ മറികടന്നുകൊണ്ട് ഇതിന് അനുമതി നൽകാൻ ഇടപെട്ട ഒരാളാണ് കെ മനോജ്. ഇദ്ദേഹത്തിനെതിരെ റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തി. ലാൻഡ് റവന്യൂ കമ്മീഷണർ തന്നെ അന്വേഷണം നടത്തി ഓരോ കുറ്റങ്ങളും കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ കുറ്റാരോപണ മെമ്മോ നൽകി. പക്ഷേ ഇതുവരെ ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 6 മാസത്തിൽ കൂടുതലായി ഈ ക്രമക്കേട്, അതായത് മാടപ്പറമ്പിൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമാണ് നടന്നത്. അതിൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. എന്നിട്ടും ഇദ്ദേഹത്തിനെതിരെ നടപടിയില്ല. ഇതിനു കൂടാതെ ഇദ്ദേഹം JS ആയിരുന്ന സമയത്ത് മരടിൽ ഏതാണ്ട് ഒരു 8 ഏക്കറോളം പാടം നികത്തിയിരുന്നു. ആ പാടം നികത്തിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസിലും ഇദ്ദേഹം പ്രതിയാണ്. ആ കേസിലും ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശയുണ്ട്. അതിന്റെ ഔദ്യോഗിക അന്വേഷണം തുടങ്ങിയിട്ട് ഏതാണ്ട് 6 മാസത്തിലധികമായി. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും ഇദ്ദേഹത്തിനെതിരെ നടപടിയില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം, കാരണം ചൊക്രമുടി അടക്കമുള്ള കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ ഇടപെടൽ വ്യക്തമായിരുന്നു. ആ ഘട്ടത്തിലാണ് KK ശിവരാമൻ CPIയുടെ സംസ്ഥാന കൗൺസിലിൽ തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടത്. പക്ഷേ എന്നിട്ടും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ല. സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ, നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ടോ? ഇതിൽ ഇനി എന്താണ് സംഭവിക്കുക? മോത്തി, ഇനി ഈ കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ മാത്രമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം ഈ വിഷയം കോടതിയുടെ മുന്നിൽ വന്നതാണ്. അതായത് മാടപ്പറമ്പിൽ റിസോർട്ടിന് വഴിവിട്ട് സഹായം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി തന്നെ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഉന്നത തലത്തിൽ ഒരു യോഗം നടന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ആ യോഗത്തിലെടുത്ത തീരുമാനമാണ് ഡെപ്യൂട്ടി കളക്ടർ കെ മനോജിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളത്. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു നിർദ്ദേശം നൽകിയത്. അതാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഉന്നത തലത്തിലുള്ള ഇടപെടലാണ് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് പിന്നിലുള്ളത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം CPIയുടെ സംസ്ഥാന കൗൺസിൽ അടക്കം ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടതും റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നിട്ടും അതിനകത്ത് നടപടിയില്ലെങ്കിൽ അതിൽ ഇടപെട്ടിരിക്കുന്നത് വളരെ ഉന്നതർ തന്നെയാണ്. തീർച്ചയായിട്ടും.